ഏതായാലും എനിക്കേതായാലും തലച്ചോറില്ല. ഇത് കഷ്ണങ്ങളാണ്. ഇജിന്റെ കരളിന്റെ കണ്ടാണ് ശരിക്ക്. മനസ്സിലായോ? ഇപ്പൊ പഴഞ്ചനാ. അൻസിന്റെ ബോഡി കണ്ടില്ലേ നിങ്ങൾ? അൻസിന്റെ ബോഡി കണ്ടോ നിങ്ങൾ? എന്നിട്ടാണ് നിങ്ങളെ പേരിലൊന്നും പറയട്ടോ. എവിടേക്കാണ് പോണേ? ഗൈസ് നോക്കാണ് ഇവരെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. ഗൈസ് അടുക്കള പേര് കയ്യേറിട്ടോ. കുഞ്ഞോള് കുട്ടിക്ക് പാലെടുക്കാൻ പോയി. ഇവിടെ ഓളെ പേരിലൊന്നും എടുക്കലില്ല. നോക്കാണ് ഇവലോട് ഞാൻ തമാശക്ക് പറയുന്നത്, നിങ്ങൾ ഇവിടുന്ന് ചോറ് വെച്ചാൻ പോരിടാറുണ്ട്. നമ്മളെ റയീസ്, അതായത് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് ഹെലിപാഡ് മീഡിയ 1 ഡയറക്ടർ ശ്രീ റയീസ് ഗ്രോസ് അല്ലേ? ഇപ്പൊ അല്പസമയത്തിനകം ഇതാ നമ്മുടെ സ്റ്റേഡിയത്തിൽ വമ്പൻ ജനാവലിയുടെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇതാ പാവങ്ങളുടെ ജുമാന ഖാൻ ശ്രീ റാഷിദ CP ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ. പിന്നെ നാസിഹ്, അതായത് ചെയ്യുക സബ്സ്ക്രൈബ്. 2 വരി പാടുന്നതിന് ഞാൻ NS കിഡ്നാസി ഏൽപ്പിക്കുകയാണ്. നോക്കൂ കുട്ടികളെ, അൻഷിഫ് ഖാന്റെ യൂട്യൂബ് ചെയ്യുക സബ്സ്ക്രൈബ്. അൻഷിഫ് ഖാന്റെ യൂട്യൂബിൽ രാവിലെ തന്നെ കുഞ്ഞോളെന്താണ് പണി, എന്താണ് പണികളെ? കോഴിമുട്ട പുഴുങ്ങ. ഞാൻ ജിമ്മിന് പോയി വരട്ടെന്നാ, വന്നിട്ട് കഴിക്കാം. പുഴുങ്ങിട്ടില്ലല്ലോ. ഈ മെഷീൻ ഒന്ന് വാങ്ങിക്കോളിട്ടോ. നല്ല സുഖം. നമുക്ക് ഈ കുക്കറിലൊക്കെ വേവിച്ചില്ലാറെ സുഖം ഇതാണ്. പെട്ടെന്ന് പരിപാടി. എഗ് ബോയിലറല്ലേ? എന്നിട്ടേ കോഴിമുട്ട പുഴുങ്ങിട്ട് സെറ്റാക്കി വെക്ക് കേട്ടോ. ഞാൻ അപ്പോഴത്തിന് ജിം കഴിഞ്ഞ് വരാം. എവിടെ കുട്ടികളെ നീച്ചിട്ടില്ല? ആയിക്കോട്ടെന്നാ, ഞാൻ പോയി വരാം. ഹലോ ഗായ്സ്, ഇന്ന് നല്ല മഴയായിരുന്നു. ഇന്നേ ഞാൻ മൊബൈലെടുത്തപ്പത്തന്നെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോണ ചെരിഞ്ഞ് ഏതാ ലുക്ക്. അപ്പൊ ഗൈസ് ഇന്ന് നല്ല മഴയായിട്ട് അപ്പൊ നമ്മള് വ്ലോഗ് തുടങ്ങുന്നത് തന്നെ ഒരു മഴഞ്ചൻ വ്ലോഗുമായിട്ടാണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. ഹേ ഗൈസ് പഴഞ്ചനല്ല, മഴഞ്ചൻ. ഇത് വെള്ളിയാണ് ഈ സാധനം. വെള്ളിക്ക് ഇപ്പൊ പെരും വില. എന്ത് അടി ഞാൻ പഴഞ്ചനാ, അൻസിപ്പ് പഴഞ്ചനാ. അൻസിന്റെ ബോഡി കണ്ടില്ലേ നിങ്ങൾ? അൻസിന്റെ ബോഡി കണ്ടോ നിങ്ങൾ? എന്നിട്ടാണ് അൻസിപ്പ് സ്റ്റീൽ ബോഡിയാ. അൻസിപ്പ് പഴഞ്ചനാ, അൻസിപ്പ് സ്റ്റീൽ ബോഡിയാ, അൻസിപ്പ് പിരോധരാ. അല്ലേടി അല്ലേ ടിഷ? നീയും നിന്റെ തള്ളയും കൂടിയിട്ട് അൻഷിഫ് മൂനിക്കലിനെ ഭ്രാന്തനാക്കി, അൻഷിഫ് മൂനിക്കലിനെ പഴഞ്ചനാക്കി. ഏത് തന്നെ ടിഷ? ഇന്നെ ഇഷ്ടപ്പെട്ടിട്ടാ എന്റെ മേത്തേക്ക് ചാടിക്കാരേ. അതഞ്ഞോട് ലീറോണ്ടാ മാന്തി കണ്ടം പറിക്കാനാണോ ടിഷ? You want my കണ്ടം? നിനക്ക് എന്റെ കണ്ടം വേണോന്ന്? എന്നെ കണ്ടം പറിക്കാനാണോന്ന്? കണ്ടം എന്ന് ശരിക്കും എന്താണോ അറിയോ? കഷണം. എന്ത്? അതും കഷണമാണ്. അത് ആൾക്കാർ പറഞ്ഞ് കണ്ടാക്കിയതാണ്. മനസ്സിലായോ? കഷ്ണാണ്, എല്ലാം കഷ്ണങ്ങളാണ്. ഇജിന്റെ കരളിന്റെ കണ്ടാണ് ശരിക്ക്. മനസ്സിലായോ? കഷ്ണം. ടിഷ്യൂന്റെ വേറൊരു കഷ്ണം, അതായത് കൽക്കഷ്ണം, കൽക്കണ്ടം എന്ന് പറയും. ഞങ്ങൾ ശുദ്ധമലയാളക്കാർ കൽക്കഷ്ണം എന്ന് പറയും. ഞാൻ പിടിയിൽ പോയാൽ ഒരു 30 കൽക്കഷ്ണം പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു
ചിലക്കാതെ പോടാ എന്ന് പറഞ്ഞോ. എടാ റെഡി ബാക്കൊക്കെ മാറിയിട്ടേ. ടിഷ്യൂ പേപ്പറേ എന്റെ തള്ള എന്നെ സകല കിണറ്റിലും തോട്ടിലും കൊണ്ടുവരും. ശ്രദ്ധിച്ച് നടന്നോണ്ടി. ഒന്നിനും പ്രോത്സാഹനങ്ങൾ കൊടുക്കണ്ട, ചിരിച്ചൊടുക്കണ്ട കേട്ടോ. എന്നാലും ഒഴിച്ചോണ്ടി. ഇങ്ങനെ പൊട്ടത്തേങ്ങാണ്ട് ഓരോ സാധനത്തിനും മൂടി കൊടുത്തുങ്ങാണ്ട് അതിർപ്പം കാട്ടിക്കോ. പിന്നെ ഇന്ന് ഇത് കിണറ്റുമ്പോ ചിരിച്ച നാളെ കടലിന്റെ മേലെ കൊണ്ടുപോയി പായിച്ചാണ്ട്. തള്ള ഇസ് വെരി ഡേഞ്ചർ ഡി. ക്ലിപ്പ് കുഞ്ഞോളെ ക്ലിപ്പ് നോക്കട്ടെ. ക്ലിപ്പേ ആട്ടെ. അങ്ങനെ ഇരിക്കുമ്പോ ക്ലിപ്പ് ഇട്ട പോലെ തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോ ക്ലിപ്പ് ഇട്ട അറിയില്ല. ഉഷാറായിക്കണം കേട്ടോ. ഉഷാറായിക്കണം കേട്ടോ. ക്ലിപ്പ് ഉഷാറായിക്കണം. പല്ലു പോരാ അല്ലേ ടിഷ ബേബിയെ? അപ്പൊ ഗൈസ് ഇന്ന് എന്താ അറിയില്ല, ഒരു അല്ലേ കുഞ്ഞോളെ, ഒരു ചെറിയ ചെറിയ പൂവുകളൊക്കെ ഇങ്ങനെ പൂത്ത്, റംബുട്ടാനൊക്കെ പൂത്ത്, റംബുട്ട കായ്ച്ചു. അങ്ങനത്തെ ഒരു മഴക്കാല വൈബ് എന്ന് പറയൂലേ. നല്ലൊരു മഴ പെയ്തു, കുറെ ദിവസത്തിന് ശേഷം നല്ലൊരു മഴ പെയ്തു. ഇനി മഴക്കാലമാണെന്ന് തോന്നുന്നു പൊതുവെ. ജൂണിലാണ് പൊതുവെ നമ്മളവിടെ മഴക്കാലം ഉണ്ടായാലും. പക്ഷെ ഞങ്ങളവിടെ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം. എത്രയിലാണ് തുടങ്ങിയടി? ഏത് കൊല്ലം തുടങ്ങി? ഏത് കൊല്ലം? ജൂൺ ജൂലൈ അല്ലടി, ബാക്ക് കിട്ടണം. ജൂലൈ ജൂൺ ആഗസ്റ്റ് മെയ്യിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളവിടെ. അപ്പൊ നമ്മളവിടെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ കാഴ്ച. ഇത് അരിനെല്ലിയാണടി. ഞാൻ അന്ന് കുഴിച്ചിട്ടാ മഞ്ഞപ്പിത്തം ഉണ്ടാവും കാരണം. അത് ഞാനല്ല, ഇത് ഞാൻ കുഴിച്ചിട്ടാ വലുതാണ്. നെല്ലിക്ക ചെറിയ ചെറിയ നെല്ലിക്ക. അരിനെല്ലി വലുതല്ല റാഷിദ. ഏതാച്ച് ഇതൊക്കെ നോക്കാണി. പൂവൊക്കെ കായ്ച്ച് തളർത്ത് ഇതിന്റെ ഒരു ചൊറുക്കുണ്ടല്ലേ. നീലത്താമരേ കണ്ണും പൂട്ടിവാ. ഇവിടെ കരിനെല്ലി കരിനെല്ലി. എന്താ ചായക്കടി? എന്റെ കുട്ടികളെ കാണാൻ പറ്റിയില്ലല്ലോ ഇന്ന്. ഞാൻ നീച്ചപ്പോഴത്തേന് പോയില്ലൊക്കെ. ആണോല്ലോ എന്റെ ഫ്രണ്ടിന്റെ പേര്. അയറോ? അത് ബ്രൂനോ ഓർമ്മിപ്പിച്ചോ മറക്കും. എന്നിട്ട് ഞാൻ എന്താ ചോദിച്ചപ്പോ ബ്രൂ എന്താണ് ഓനക്കറിയില്ല, ബ്രൂനെ അറിയില്ല. ടീഷ എന്റെ ചെങ്ങായിന്റെ പേര് പഠിച്ചോയിച്ചേ. ചെങ്ങായി അല്ലേ കിട്ടിക്കണ, ചെങ്ങായിച്ചിരിയാണ് കിട്ടിക്കുന്നത്. എന്താണ് ഇതാക്കണേ? എന്താണ് എന്റെ പ്രശ്നം? അതെന്തിനാ മാങ്ങപ്പോ? അതുപോലെ സ്നാക്സിൽ കൊടുത്ത് കണ്ടല്ലേ? ഓനക്ക് എന്ത് കൊടുത്താലും അത് തിന്നാൻ കുട്ടിക്കും കൊടുക്കണം കേട്ടോ. തന്നെടാ ഞാൻ ഇന്നലെ അടിച്ചും പറഞ്ഞില്ലേ, ഇന്നലെ ഒരു 11 മണിക്കാണ് കടന്നുറങ്ങിക്കുന്നത്. അപ്പൊ അടിയിട്ടും പറഞ്ഞില്ലേ, അതില് മൂപ്പര് നീച്ച് ഒരു 8:30 ആയപ്പോ ഓനൊറ്റക്കന്നെ പോയി കണ്ട് വിളിച്ചിക്കണേ. ഉമ്മച്ചി നീച്ചിക്കണേ നീച്ചണ്ട്. അപ്പം ഇതെന്തിനാ നിലത്തേക്ക് തട്ടിരുന്നത്? ചവിട്ടി ഇങ്ങനെ തട്ടുക. അങ്ങനെ കുറെ ചീന സ്വഭാവം ഉണ്ട് കേട്ടോ ഗൈസുബന്റെ അടുത്ത്. അതും കൂടി മാറിയാലേ ഇച്ചുബനെ ഇഷ്ടപ്പെടുള്ളൂ. അതോളം എനിക്ക് ചെറുത്ത് നാട്ടിക്കാരൻ കിട്ടുക. അതും കൂടി ശരിയാക്കിയ ചീന സ്വഭാവമൊക്കെ മാറിയ കുട്ടിക്ക് എന്താ വേണ്ടിച്ച കൊടുത്ത എന്തിനാണ് ഇബ്രാഹിം ഇതെന്തിനാണ് അംഗൻവാടിക്ക് പോകുമ്പോഴല്ലേ ബാഗ് തൂക്കല്? ജോലി പോണീനൊക്കെ എന്തിനാണ് ബാഗ് തൂക്കി നടക്കണേ? ആ ഓക്കെ. കണ്ടെന്നോ അല്ല അങ്ങനെ എനിക്ക് ചായ വേണ്ടട്ടെന്നാ. അല്ല എല്ലാം വേണം ഞാൻ അതാക്ക. അങ്ങനെ ഗൈസ് ഞാൻ ചായ കുടിക്കാൻ പോവാണ്. അപ്പൊ ഞാന് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ 2 കോഴിമുട്ട വെള്ള
എന്താ മഞ്ഞ കൂട്ടിയിട്ട് ഒന്നും കഴിക്കും, പിന്നെ 2 വെള്ളമെല്ലാം കഴിക്കും. ഇന്നിപ്പോൾ ഒന്ന് കുറവാ, 3-4 കഴിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ട്, അപ്പുണ്ട്. പിന്നെ ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിപ്പോൾ മിഞ്ഞാന്ന് വാങ്ങിക്കൊടുത്ത ബോട്ടിലാട്ടോ, അത് ചാടിച്ച് പൊട്ടിച്ചു അബ്രോ. ഒരു ദിവസം സ്കൂൾക്ക് പോയിട്ടുള്ളൂ. 250 റുപ്യേൻ്റെ ബോട്ടിലത്. ഇതിങ്ങനെ സെറ്റപ്പൊക്കെ ഉള്ള ബോട്ടിലായിന്. ഇതിൻ്റെ ഈ അലൈൻമെൻ്റൊക്കെ കണ്ടില്ല, ഇതിവിടെ ലോക്കായ ചെയ്യുക, പക്ഷേ ഈ ലോക്ക് പൊട്ടിക്കണം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങോട്ട് തള്ളി പോവുകയാണ് ഇപ്പോൾ കുട്ടികളുടെ ലൈഫ്. പക്ഷെ അതൊക്കെ സെറ്റൊക്കെ വലുതാട്ടെ, എന്നിട്ട് വേണമെങ്കിൽ കാല് നീട്ടി കുത്തിറക്കാൻ. എന്നാൽ കഴിക്കട്ടെ ഗൈസ്, കാല് ചുരുക്കി മടക്കി വെച്ചാണ്ട്. അല്ല മങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ അർജന്റ് കൂട്ടണേ? ഒരു മകളടുത്ത് വന്നാൽ 2 ദിവസം 3 ദിവസം നിന്നൂടെ? ഉമ്മ 2 ദിവസം കഴിഞ്ഞിട്ട് പോവാമ്മ പ്ലീസ്. വിടില്ല ഞങ്ങൾ നിങ്ങളെ, വിടില്ല. ഞാൻ ഉമ്മാനെ ആയി കൊടുക്കട്ടെ കേട്ടോ. ടിഷു ബേബിയെ ഉമ്മമാനായി കൊടുക്കട്ടെ കേട്ടോ. ഉമ്മക്ക് ഉമ്മ എടുത്താ? ഉമ്മങ്ങൾക്ക് ഉമ്മ കിട്ടിയാ? കിട്ടിയാ? എന്നിട്ട് ആറ്റ അടിക്ക. അസ്സലാമു അലൈക്കും അടിക്ക, വലത്തെ കൈ കൊണ്ട്. വലത്തെ കൈ കൊണ്ട്. അസ്സലാമു അലൈക്കും. ആ പോയട്ടോ. എടാ ഞാൻ ശരിയാക്കി തരട്ടെ നിങ്ങക്ക്. നിങ്ങളെ പേരിലൊന്നും പറയട്ടെ കേട്ടോ. എവിടേക്കാണ് പോണേ? ഗൈസ് നോക്കാണ്, ഇവരെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ. വെറുതെ എവിടക്ക പോണേ സൂട്ടാ? ആരൊക്കെ? റൈസിന് ആസിയൊക്കെ ഉണ്ടോ? പിന്നെ ജൂഞ്ഞോളും കൊടികുത്തിമല ഒരു അലക്കിയില്ല. പിന്നെ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നത്, അതിപ്പോ പൂട്ടി ചെയ്തു. കൊടികുത്തിമല നമ്മള് പെണ്ണെട്ടിയാണ്ട് സ്വന്തം പെണ്ണുങ്ങളെയും കൊണ്ടുപോണ സ്ഥലമല്ല അത്. അതെ, അവനാന്റെ പെണ്ണുങ്ങളല്ലെങ്കിലാണ് രസം. ഈ ചുറ്റുപാടത്ത് കൂടെ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ കാണിച്ചു എനക്കിപ്പോ എന്താ ഓള് കാശ്മീർ പോണം പറഞ്ഞു. അതിന് എങ്ങനെയും കാശ്മീർ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഓളെ ഒരു ഊട്ടി കൊണ്ടുപോയി, കഴിച്ചണില്ല. അപ്പൊ ഞാൻ കാശ്മീർ എനിക്കുണ്ടാ പ്രശ്നം, ആകെ ചോക്കും. അതുണ്ടോ? വെറുതെ അവിടെ പോകാത്തല്ലേ? ഞാൻ ഒന്നും കൂടി വിളിച്ചിട്ടുള്ളൂ ഇനി കാശ്മീർക്ക് പോകാൻ ചെക്കന്മാർ. ഞാൻ എല്ലാവരും വണ്ടി ഒന്ന് സർവീസ് ചെയ്തു നോക്കിയിട്ട് കാര്യമില്ല, ഒന്ന് കൊളിപ്പിച്ച് വൃത്തിയാക്കി. സെറ്റായില്ലേ? പിന്നെ അപ്പൊ ഇത് നമ്മളെ സിഫുട്ടനാട്ടോ, പണ്ട് കല്യാണം കഴിഞ്ഞ സിഫുട്ടനാണ്. കഴിഞ്ഞ വീഡിയോയിലുണ്ട് പണ്ട് അറിയണേ. എന്താണ് ഞാൻ കൊറേ മുമ്പ് ഇട്ടാലോ വ്ളോഗ്, നമ്മൾ ഡെയിലി വ്ളോഗ് അല്ലേ? ഞാൻ ഡെയിലി വ്ളോഗ് ഉണ്ടാവും കേട്ടോ. വീഡിയോയിൽ നിർത്തി, ഇപ്പൊ 2ാമത് സ്റ്റാർട്ട് ചെയ്താണ്. ഓരോ തിരക്ക്, ബിസിനസ് ബിസി. എടേ ഫുഡൊക്കെ നല്ല ലക്ഷറി ഹോട്ടലിൽ കൊണ്ടുപോയി കഴിച്ചോണ്ട് ഇനി തട്ടുകടി കയറ്റിയാണ്ട് പേളില് കയറിക്കോളി. നല്ല ഫുഡല്ലേ? അവിടേക്ക് കയറിക്കോളിട്ടോ. കഞ്ഞിക്കല്ല് വെച്ചാൽ ഏക്കരുത്, പൂജ മാറണം. കൊടികുത്തി ശരി. അസ്സലാമലൈക്കും. പിന്നെ റൈസ് എവിടെ വാ, ഇവിടെ വാ, റൈസ് ഇവിടെ വാ, ഇവിടെ ഒരു കാര്യം പറയാനാ, ഇവിടെ വാ. ഗൈസ് ആ 2 നായ്ക്കളെ മനസ്സിലായ എനിക്ക്? ഓല് 2 മനസ്സിലായില്ല എനിക്ക്? ആ ചുവപ്പും പച്ചയും ഓറഞ്ചും പച്ചയും. നാസിയ ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ഇത് നമ്മളെ റൈസ്, അതായത് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് ഹെലിപാഡ് തോട്ടിമ്മ മൊബൈൽ കെട്ടിയാണ്ട് ഹെലിപാഡ് വീഡിയോ എടുത്ത റൈസ്. ഇത് പിന്നെ നാസിഹ്, അതായത് ഇവനാണ് ചെയ്യുക സബ്സ്ക്രൈബ്. അൻഷിഫ് ഖാന്റെ യൂട്യൂബ് ഇറങ്ങാണ്ട് പാട്ട് പാടി സ്റ്റേജിൽ അവതരിപ്പിച്ച നമ്മുടെ ഉദ്ഘാടന വീഡിയോയിൽ ഉണ്ടായിരുന്ന നാസി അവറുകൾ. ഇത് റൈസ് ചെറുകളത്തിൽ റൈസ് അതിന് പറ്റിയ മുഖാണ്. അപ്പൊ പിന്നെ അതിന്റെ ഇടയിലൊന്ന് മഞ്ഞപ്പിത്തം പിടിച്ചാണ്ട് ആകെ വടി മാതിരി ഫുള്ള് ഹോസ്പിറ്റൽ ജീവിതം. മഞ്ഞപ്പിത്തം ഒന്നും ജീവിതത്തിൽ വരാതിരിക്കുക, അതുള്ള എനിക്ക് പറയാം. നല്ല ചൂടായ വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഉപ്പിടാത്ത കഞ്ഞി കുടിക്കുക. പകർച്ചവ്യാധിയാണെന്നാണ് ജനങ്ങൾ പറയുന്നത്.
എന്നിട്ട് അതിന് കുറച്ച് വിട്ടിരുന്നാളെ ഇങ്ങനെ ഓനെ വിട്ടണ്. നിങ്ങളെന്താ ഇവര് രണ്ടാളും പെണ്ണിട്ടിട്ടില്ല. ഇവരെ പോക്കണ്ടപ്പോ ഒരു മാപ്പിളി പെണ്ണുങ്ങളെന്നാ തോന്നുന്നു. ഞങ്ങളെ ഇവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പെണ്ണുങ്ങളായി. അതല്ലടാ എന്താ നമ്മുടെ അൻഷിഫ് ഖാന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് 2 വാക്ക്. അൻഷിഫ് ഖാന്റെ യൂട്യൂബ് ചാനലിനെ പറ്റി എന്താ പറയലേ, ഇപ്പൊ വൈറലായില്ലടാ. അതല്ല എന്നാലും അന്ന് നമ്മള് അന്ന് നമ്മളെ വീഡിയോയിൽ പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ പിറ്റത്തെ ആഴ്ച സെലിബ്രിറ്റി ആവാൻ നിൽക്കുന്നു. അപ്പൊ ഞങ്ങളെ ഈ ഒരു പ്രിയപ്പെട്ട നാട്ടുകാരനും അതിലുപരി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച സെലിബ്രിറ്റി ആകാൻ നിൽക്കുന്ന ഞങ്ങളുടെ ശ്രീമാൻ അൻഷിഫ് മൂന്നിക്കൽ സെലിബ്രിറ്റി ആവാൻ നിൽക്കുന്നു. അപ്പൊ നാടിന്റെ വൈറസും ആയി. അങ്ങനെ ഒരു വലിയ ഉപകാരം ബനാണ്ട് മഞ്ഞപ്പിത്തത്തിന്റെ വൈറസ് നാട്ടിലിറക്കിയ ബനാ കല്യാണത്തിന് പോയതാ. അതല്ല നമ്മളെ ചാനലിനെ കുറിച്ച് 2 വാക്ക്. നല്ല ചാനല് ഇത് നല്ലൊരു ഇതാണ്. നിങ്ങളുടെ നാടിന്റെ അഭിമാനം എന്താ? ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ആളുകൾ ജനങ്ങൾ വന്ന് ചോദിക്കും അൻഷിഫിന്റെ വീട്. അപ്പൊ ഞങ്ങൾ പറയും അൻഷിഫിന്റെ വീടല്ല, യൂട്യൂബർ അൻഷിഫിന്റെ വീട്. അങ്ങനെ പറയുമ്പോ ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം. കാരണം നിങ്ങളൊക്കെയാണല്ലോ എന്നെ വളർത്തി വലുതാക്കിയത്. കുറെ ആൾക്കാർ വിചാരി അന്ന് നിങ്ങള് എന്റെ ഒപ്പം നിർത്തിയിട്ട് പിന്നെ ഞങ്ങളൊന്നും നിങ്ങളൊക്കെ ഗൾഫിലല്ലേ. ഒരു പൊറാട്ടക്കില്ല വാഗാണ്ടിരിച്ച് കിട്ടില്ല. പക്ഷെ നമ്മളങ്ങനെ പറയില്ല, ഞങ്ങൾക്ക് തന്നെ പറയുന്ന ഇഷ്ടമല്ല. ഇപ്പം തൃശ്ശൂരായിനി, അതേപോലെ ഇപ്പം ഗൾഫ് പോയി, ഇപ്പം ബോഡിയൊക്കെ സെറ്റാക്കി ജിമ്മിന് പോകണ്ട്. ഇവന് പെണ്ണിട്ടാണ്ട് കേട്ടോ. നല്ല കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞോളി. ഓന്റെ വിചാരം ഓനൊക്കെ അല്ലാതെ കിട്ടുന്ന. അതേപോലെ റഹീസ് ക്രൂസിന് പെണ്ണ് തരുന്നുണ്ട്. അപ്പൊ ഓനും തന്നെ അതായത് ഇവരൊക്കെ പ്രേമിക്കുക. നിങ്ങളൊക്കെ കുട്ടികളെ അടുത്തേക്ക് ഇവർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. കാരണം ഒരു കുതിരാളിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചെക്കന്മാരാണ്. പിന്നെ അത് മാത്രല്ല സോലിഹായ കുട്ടികളാണ്. പിന്നെ അത് മാത്രല്ല കേട്ടോ, കാരണം ഇവരെ കെട്ടിക്കഴിഞ്ഞാൽ കുട്ടികളെ മെച്ചെന്താ വെച്ചാല് പൊട്ട അതിന്റെ ഇനിയിപ്പോ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം നിങ്ങൾ പോയാൽ പല വർത്താനം പറയും. കുറച്ചു മുന്നിൽ കിട്ടാ. അപ്പൊ ഇവരെ കുറിച്ച് 2 വാക്ക് എനിക്ക് പറയാനുണ്ട് ഗൈസ്. ഇവർ നിങ്ങളെ പ്രേമിക്കാനോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓലെ നിങ്ങള് ധൈര്യമായിട്ട് നോക്കിക്കോളി. കാരണം സത്യസന്ധമായിട്ട് കല്യാണം കഴിക്കും. ഏതാണ് AM_cross മറ്റേ എന്താണ് NS കിഡ്. അതായത് നിങ്ങളെ ഇവര് നിങ്ങളെ വളക്കാൻ നോക്കുകയാണെങ്കിൽ ഇവര് കെട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ല ഉടായ്പും കാര്യങ്ങളൊന്നും അല്ല. എന്താടാ കൂട്ടിമേലോ എന്റെ കുട്ടികളെ താട്ടുക എന്റെ അമ്മ നോക്കുവോ? ആകെ റിസ്കാടാ. ഞാനല്ലടാ കൊടികുത്തിമലല്ലേ. കുഞ്ഞോട് ഞാൻ ചോദിച്ചോട്ടെ. എന്നായിക്കോട്ടെ എടാ ഞങ്ങൾ പോയി ഒരു ടെസ്റ്റ്. ഞാൻ ചിലപ്പോ അവിടെ ഉണ്ടാവും കൊടുകുത്തിമല. ഇവിടെ എങ്ങനെയാണ് എന്നിട്ട് പ്ലാൻ എങ്ങനെ? കുഞ്ഞോളും മുന്നില് ഞാനും റഹീസുമോനും പിന്നെ കൊച്ചുവാൻറ്റിയും കൊച്ചുകുട്ടി ബാക്കില് ഡിക്കിലോ. നിങ്ങക്ക് ഇപ്പൊ എന്താ ചെടിഞ്ഞ് പൊട്ടി ഇരിക്കണം. എന്നാ ഞാൻ ഓളോടെ മാറ്റിച്ചാണ്ട് വരട്ടോ. അങ്ങനെ ഗൈസ് ഫുട്ടനും പെണ്ണുങ്ങളും നോക്കാണ്ട് കൊടികുത്തിമലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു ചോറിന്നിട്ട് പോകാറ്. അപ്പൊ അന്ന് ഞങ്ങളും വരുന്നുണ്ട് ചോറ് തന്നെയാണ് ഇറങ്ങാണ്ട് പാഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങളെ പെരുന്നാൾ കിട്ടിയ ബീഫൊക്കെ തിന്നത് ഓള് കൊച്ചോടെ ഇവളാണത്. അതായത് ഞങ്ങൾക്ക് ഇവളാണേ പെരുന്നാൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ ബീഫൊക്കെ തിന്ന് നിൽക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഒക്കെ ചട്ടി ബീഫ് കൊടുക്കട്ടോ. എന്തിനങ്ങനെ വിളിച്ചത്? ഒരു അവ്വാട്ടിക്ക എന്ത് അത് ഇതാടാ കേക്കൊന്നല്ല, അത് ബീട്രൂട്ട് കൊണ്ട് കുഞ്ഞോട് മൂണ്ടം മരുന്ന സാധനം അല്ലേ? അല്ല ചൂട് ബീഫ് അടി
എനിക്ക് ആ റേസിന് നാസിനി ഇങ്ങോട്ട് അയ്യോ കൊണ്ടുവന്നു ഓർക്ക് പറ്റൂല മഞ്ഞപ്പിത്താണേ ബീഫ് പറ്റൂല. ബീഫ് പറ്റേണ്ടത് അതിനൂടെ മുരിങ്ങാത്താളിപ്പുണ്ട്, കോളിഫ്ലവർ ഉണ്ട്. ഒരു പിന്നെ പോകുന്നില്ല അത് പൊരിച്ചല്ലേ. ഓർക്ക് എണ്ണൊക്കെ കുറവുള്ള ഫുഡ് വേണം. കുഞ്ഞോക്കൊന്നും അങ്ങനത്തെ പ്രശ്നമല്ലല്ലോ. കുഞ്ഞോക്കുണ്ടേന് ബീഫ് ഒന്നല്ലോ കേട്ടോ. ചിക്കനൊന്നും ചിക്കനും ബീഫൊന്നും തിന്നലില്ല. പൊരിച്ചതൊക്കെ തിന്നു, പൊരിച്ചും കഴിച്ചൊക്കെ തിന്നല്ലേ. ഗൈസ് അടുക്കള പേര് കയ്യേറിട്ടോ. കുഞ്ഞോള് കുട്ടിക്ക് പാലെടുക്കാൻ പോയി. ഇവിടെ ഓളെ പേരിലൊന്നും എടുക്കലില്ല. അങ്ങനെയൊന്നും അല്ലല്ലേ ഞങ്ങൾ കേട്ടത്. ആരാന്നോട് പറഞ്ഞു അപവാദം? അപവാദം ഇങ്ങനെ ഉണ്ട്. ഒരു പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യണ ചങ്ങായി നോക്കി ഒന്നും എടുക്കലില്ല നമുക്ക് പറയാൻ വേണം. പറയണം ഒന്നും എടുക്കണില്ല. പക്ഷെ ഇത് ഇപ്പൊ വീഡിയോ എടുക്കണോണ്ട് അങ്ങനെ പറഞ്ഞു. ആയിക്കോട്ടോ ഞാൻ കാണിച്ചത് ഒന്നും ഇട്ടേരൂല. ശരിക്കും എടുത്തെടുക്കൂല. വീഡിയോ എടുക്കുമ്പോ പൊള്ളോ ഹൃദയത്തിൽ തട്ടോ. ഇവിടെ പെരയിലൊന്നും എടുക്കലില്ല ഗൈസ്. പറയടി ഞാൻ ഇതെന്താണ് ഉപ്പേരി? ബീട്രൂട്ട് ഉപ്പേരിയാ? അത് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടോ? വെറൈറ്റി കളർ അല്ലേ? കുഞ്ഞോക്ക് തന്നെ അറിയുള്ളൂ എന്താ കാട്ടി. നമുക്ക് എന്താ കുറവ് വിളിച്ച പറഞ്ഞോ. മുരിങ്ങാത്താളിപ്പുണ്ട്, പിന്നെ ഇപ്പൊ മഞ്ഞപ്പിത്തായോണ്ട് മുരിങ്ങാത്താളിപ്പ് സൽക്കാരം. എങ്ങനെയുണ്ട് പുതിയ പരിപാടി? പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ. ആ സ്രാവ് മീനില്ല, ഉണക്കമീൻ അതാണല്ലേ. അങ്ങനെ കിട്ടും. പിന്നെ പച്ചവളകനും മോരും കൂട്ടി പൊരിച്ചത് വേണം. അതും പപ്പടം. പപ്പടം പപ്പടം ഉണ്ടാവില്ല. അതെങ്കിലും കൊണ്ടുവരാ. എടി പപ്പടം ഉണ്ടോ? പൊരിച്ചുണ്ടോ? ഏതായാലും അല്ല പൊരിച്ചാലൊന്നും ഇനി നേരമില്ല. 3 ഐറ്റം കൂട്ടാനുണ്ട്. പിന്നത്തെ നോക്കാണ് ഇവരോട് ഞാൻ തമാശക്ക് പറയുന്നത്. നിങ്ങള് ഇവിടുന്ന് ചോറ് കഴിച്ചാൻ പോരിടാറുണ്ട്. ഇവരെ വിളിച്ചിട്ടും കൂടി ഇല്ല. മണ്ടിയാണ് പോകും. നിങ്ങളുടെ കൂളിംഗ് ഗ്ലാസ് വെച്ചാട് പറയാത്ത പെരയ്ക്ക് അത് വെച്ചാ അതാണ് തമ്പനിയിലതാ ക്ഷണിക്കാതെ വന്ന്. എടേ മുരിങ്ങാത്താളിപ്പിലൊക്കെ അങ്ങോട്ട് ഒന്നായിട്ട് കൗത്തനാക്കണേ റൈസ്. ആ മൂത്തതാ. വേറെ പരിപാടി ഉണ്ട് അവിടെ എത്തൂല. അങ്ങനത്തെ വേർഡ്സ് ഒന്നും ഇതിന്റെ അതിൽ ഉപയോഗിക്കട്ടോ. ആദ്യം പറഞ്ഞ എന്താണ് പിന്നെ എനിക്ക് ബീഫ് ഒന്നും പറ്റൂല കേട്ടോ. പെരിന്തൽമണ്ണ പോയിട്ടോ. പക്ഷെ അത് നിങ്ങൾ പോണ നേരത്തെ ചിലപ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ അവിടെ എത്തുമ്പോ എന്തായാലും 2:30 1:45 2:00 കഴിയും. ഞാൻ ഈ വ്ലോഗ് കഴിഞ്ഞ എന്റെ ഇന്നത്തെ വ്ലോഗായി. പിന്നെ ഇല്ലടാ ഗൈസ് അങ്ങനെ നോക്കാണ്. ഇവന്റെ മഞ്ഞപ്പിത്തായിന്ന് പറഞ്ഞാണ്ട് ഇവന് ശ്വാസം കിട്ടണില്ല എന്നൊക്കെ പറയണ്ട. അതുകൊണ്ട് ഞങ്ങള് കക്കാടമ്പലേക്ക് കൊടുകുത്തിമലയ്ക്ക് പോണത് ഒഴിവാക്കിയിരുന്നു ഇപ്പൊ അല്ലേ. നടക്കൂല കാരണം അവന് പ്രഷർ കുറയാ, ഷുഗർ തലമിന്ന. ഷൂ നരി പറഞ്ഞു കേട്ടോ. അത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഷുഗർ നല്ല പറഞ്ഞു. ഷുഗർ അങ്ങനത്തെ എനിക്ക് ബാച്ചിലറാണ്. ഷുഗർ പ്രശ്നം വേറെ. ഇവര് പിന്നെ നമ്മളെ ഇതിന് വഴങ്ങിയില്ല കേട്ടോ. നമ്മളെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഒരു 2 കൊടുകുത്തിമല കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ പരിപാടിയായി. അപ്പൊ ഞാന് ഓളോടെ നിങ്ങളൊക്കെ വന്നപ്പോ ഇപ്പൊ ഇങ്ങനെ ഉണ്ട് വലിയ പരിപാടി എന്നൊക്കെ പറഞ്ഞിനി. അപ്പോഴേ തോന്നിയാന്ന് പ്രത്യേകിച്ച് റൈസ് ഞാൻ ആദ്യം തന്നെ മനസ്സിൽ കരുതിയതാ. എങ്ങനെയെങ്കിലും ഇങ്ങനെ എത്ര പെട്ടെന്ന് ഒരു കാര്യത്തിന് ഓക്കെ ആവാത്ത ഒരാളാണ്. പറഞ്ഞ കാലുടിച്ചാണ് എന്തേലും എന്തപ്പോ മനം മാറിയെന്നൊക്കെ കരുതിയേന്. പക്ഷെ എന്റെ ഉദ്ദേശം എന്താണ്? പോക്കില്ല അതൊക്കെ മുടക്ക. അത് നമ്മൾ മറ്റൊരു 2ാമത് അവിടെ കടത്തിയില്ലേ. ഞങ്ങളത് നടക്കും എന്തായാലും. ഞാൻ അന്ന് കൊടുകുത്തി കണ്ടിട്ട് പോയിരുന്നു. ഇബ്രാഹിമാട് നാളെ ബാക്കുന്നത്. അങ്ങനെ ഗായ്സ് നമ്മളെ കുട്ടികളൊക്കെ സ്കൂള് വിട്ട് വന്നിട്ടോ. അവർ വന്ന ഉടനെ തന്നെ വേഗം കുളിച്ച് മാറ്റിയാണ്ട് ഇന്റെ ടിഷ ബേബിനെ കാണാൻ വന്നിക്കാണ് അല്ലേ. ടിഷ ബേബിനെ കാണാൻ വന്നിക്കല്ലേ. ടിഷ ബേബിയെ ഇത് ചവിട്ടിയാണ്ട് ഇതാക്കല്ലേ. ഇത് ചവിട്ടിയാണ്ട് ഒരു ഉമ്മ എടുത്തോളടാ കുട്ടിക്ക്. പാവല്ലേ
അനക്ക് കാണാൻ പൂജാവലുണ്ടോ സ്കൂളിൽ നിന്ന് ഇതിനെ? വിളിച്ചില്ലേ എന്തേ വിളിച്ചുടേനിയോ? കൊറേ ദിവസം നിലവിളിച്ച് ലാസ്റ്റ് ടീച്ചറെ അടുത്ത് അടിക്കുമ്പോ നിർത്തിക്കോളൂ കേട്ടോ. എന്താ വിളിച്ചാ ഇന്ന്? കൊറേ നേരം നിന്നിട്ടില്ല. അപ്പത്തിന് കഴിഞ്ഞോ? ഉമ്മച്ചി പറഞ്ഞാണ് അല്ലേ? ജിബ്ര കണ്ട അവിടെ നല്ല ഉറക്കട്ടെ ഗൈസ്. എവിടേക്കും പോയിട്ടില്ലടാ. പോകാൻ വേണ്ടിട്ട് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ പോയില്ല മഴ ചെയ്തപ്പോ. ചോക്ലേറ്റ് വേണ്ട അപ്പൊ നിങ്ങക്ക്? നാളെ തരണ്ട്. നാളെ തരും. അന്ന് രാത്രി തരണ്ട്. അടങ്ങി നിക്കണ ആരാ നോക്കട്ടോ. എന്താ കുപ്പായ? തനടി കാണാൻ പൂജയാകന്നെ. പുറത്തേക്ക് പോയാ എന്നെ കാണാൻ പൂജയാവും. ഇവിടെ വന്നാ എൻ്റെ അടുത്തുനിന്ന് പോകാൻ പൂജയാവും. എന്താ അങ്ങനെ? ചായ എടുത്ത് വെച്ചിക്കണം. പോയി ചായ നിങ്ങൾക്ക് വേണോ? ഞാൻ ഷുഗർ കണ്ട അസേക്കട പോയിട്ട് ചായ അടിച്ചോളൂ. എപ്പോഴും പോയാണല്ലേ? എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു ചായ. ഞാൻ ഒരു ദിവസം ഒറ്റ ചായ ചായ ഇട്ടുകൊണ്ട് പ്രശ്നമില്ല. മധുരം എഴുതുന്നുള്ളൂ. കുടിച്ചലില്ല. മധുരം ഇടാതെ ചായ അടിച്ചാൽ ഞാൻ കൊണ്ട് കഴിയൂല. പുറത്തൊക്കെ പോകുമ്പോ കുടിച്ചിരുന്നു. ഇനിയിപ്പൊ ഈ ഒരു സാധനം കൊണ്ട് ഇപ്പൊ അതും പറ്റാതെ അവസ്ഥയായി ഇപ്പൊ. ഗായ്സ് നോക്കാ നിങ്ങള് പടച്ച തമ്പുരാൻ എന്താ ഞാൻ ഈ കാണുന്നത്. ഇവര് പുറത്തു കൂടെ കുട്ടീനെ എടുത്ത് റോട്ടിൽ കൂടെ നടക്കാൻ ഇറങ്ങണ കോല. അതായത് മാക്സിയാണ് ഇട്ടിക്കണേ രണ്ടാളും. എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ടാണ്. എന്താ നിങ്ങൾക്ക് ലെവല്? പെണ്ണുങ്ങളും ഇളച്ചിയല്ലേ അപ്പൊ നടക്കണല്ലോ. ഏതായാലും എനിക്കേതായാലും തലച്ചോറില്ല. ഇത് നട്ടപ്പാർക്ക് കൂളിംഗ് ഗ്ലാസ് ഇട്ടെടുക്കാണ്. ഒരാള് ഓറഞ്ച് ഒരാള് ബ്ലാക്കും. ഇത് കാണുന്നില്ലത് മുടിയൊക്കെ തൊള്ളിക്കൊണ്ടോണേ. യു കാണുന്നില്ലേ? അന്തല്ലാതെ എന്താ ഗസ്റ്റ് ചെയ്യാ? അതായത് ഞമ്മക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യാണല്ലോ. കല്യാണം കഴിക്കുമ്പോ നല്ലൊരു പെണ്ണിനെ കിട്ടുക, അന്തള്ളൊരു പെണ്ണിനെ കിട്ടുക. എനിക്ക് ആ ഭാഗ്യമില്ല. ഉള്ളിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്. പക്ഷെ ഇത് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുക, അൺസഹിക്കബിൾ ആയിട്ട് മാറുന്ന ഒരു സ്വഭാവം. അതായത് ഇവര് മാക്സ് ഇട്ടാണ് കൂളിംഗ് ഗ്ലാസ് ഇട്ട് റോട്ടിൽ കൂടെ നടക്കുന്നത്. ഇവിടുന്ന് തറവാട്ടിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ ഓലൊരു എന്റർടൈൻമെന്റ് അല്ലട്ടെ ഗൈസ്. ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ കാട്ടിക്കാട് അഭിനയിക്കരി. ഞാൻ കൊളാക്കി, ഞാൻ കൂക്കി. ഷോർട്സ് എടുത്ത പേര് കൂക്കി. അതിൽ ഒഴിവായി. അത് കൊളായി. എനിക്കിത് അങ്ങനെ സ്വഭാവമുണ്ട്. ഞാൻ എല്ലാവരും കൊളാക്കണ അളയാം. പന്തളിച്ചെടിയ ഗോളാക്കും. ഇങ്ങനെ എന്തെങ്കിലും നമ്മളതല്ലാത്ത എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ അത് കൊളാക്കും. അതാണ് നമ്മളെ പരിപാടി. തമ്പുരാക്കളെ കിട്ടത്തിട്ട് ആഴ്ചമ്മയും കൂടി മാണ്ടീനി തീക്ക് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച്. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ ഞാൻ ആയിക്കൂടെ ഒന്ന് വരണല്ലോ. എന്റെ പേരാണ് എന്തൊക്കെ കാട്ടിക്കണേ. എന്താ അൻഷിഫ് തറവാട് നെയ്തേക്കണം കേട്ടോ. മൂനിക്കൽ തറവാട്, മൂനിക്കൽ തറവാട് തന്നെ തികച്ചു എഴുതണം അവിടെ. ഓക്കെ എന്തോ ഞോളെ അൻഷിഫ് തറവാട് വേണ്ട. അതിനിപ്പോ മൂനിക്കലിന് കാപ്പിന്റെ എല്ലാണല്ലോ അറിയപ്പെടുന്നത്. ഇപ്പൊക്കൊന്നും ഇപ്പൊ റോളില്ലാതെ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതാണ്. എങ്ങനെ ഉണ്ട് ഇപ്പച്ചിന്റെ സ്വഭാവം? കച്ചവടാന അത് പറയണം. സാധനമായി തന്നിട്ടുണ്ടല്ലോ. ഇത് ഇഷ്ടപ്പെട്ടോ? ഇനായ കൊടുക്ക്. ഇനായ ഷെയ്ക്കള് മുട്ടായി ഉണ്ട്. അതിപ്പോ എന്ത് പൊളിച്ചെടുക്കായിട്ടാ? ഇങ്ങോട്ട് വരാൻ പറയും ഓളോട്. ഇങ്ങോട്ട് വരും. ഓള് ഇങ്ങോട്ട് വരും. ഓളെ കുയിന്തുണ്ടല്ലോ. മാണ ഇങ്ങോട്ട് പോരെ. കുയിന്ത് കാട്ടണീനൊന്നും ഇവിടെ മുതല് കിട്ടൂല കേട്ടോ മാളെ. എന്ത് കുയിന്താട്ടി പോയിട്ട് ഇവിടെ വന്നാ. ഇവിടെ വാ.
എങ്ങനെയുണ്ട് ഉപ്പച്ചിന്റെ സ്വഭാവം? ഇഷ്ടപ്പെട്ടോ? എന്നാ ഐ ലവ് യു ഉപ്പച്ചിയാറേ. ഒരു ഉമ്മയും കൊണ്ടാ കുട്ടി സ്കൂൾക്കൊക്കെ പോക്കണ്ടേയില്ലേ? സ്വത്താണ്. അങ്ങനെ ഗായ്സ് നമ്മൾ ഇതാ തറവാട്ടിൽ ഉമ്മയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഉമ്മ സ്പെഷ്യൽ ബോട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഉമ്മാക്ക് ഇടയ്ക്ക് അങ്ങനെ ഒരു ചേലാണ്. ഉപ്പ് കൂടുകയോ മുളക് കൂടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മ തിന്നൂല. ഉമ്മ ഞാൻ എന്നെ തട്ടിയിരിക്കും അല്ലേ? പെരുന്നാക്ക് ഓരി കൂടിന്റെ ആ പോത്തിന്റെ ബോട്ടിക്കാരല്ലേ അന്ന് കൊണ്ടെന്ന് പറഞ്ഞില്ലേ? നന്നാക്കിയാണ്ട് ഇതാക്കി. ഇത്ര ഇട്ടോന്നല്ലോ കല്ലുമ കമ്പിളി പോപ്പ് തിരുമ്പി നന്നാക്കിയല്ലേ? കുഞ്ഞുണ്ണി വന്നിട്ട് ഓള് നന്നാക്കി. ഓളെവിടെ എന്നിട്ട്? ഓള് പോയി. എപ്പോ? ഞങ്ങൾ കണ്ടൂർക്ക് പോയി. ഇപ്പൊ എന്തിന്? മസാല ദോശ കഴിച്ചോ? എങ്ങട്ടും അതിങ്ങനെ കഴിക്കണ ബായാണ് കുമ്പൈ. അതെല്ലാവർക്കും ഒരു പൊതി ചിഞ്ചുവിന് ഓൽക്കൊക്കെ. അപ്പൊ ഓലൊക്കെ കടന്നോക്കും. അപ്പൊ നേരത്തെ പോയി കുഞ്ഞുണ്ണിനൊക്കെ ആക്കി കൊടുക്കും വേണം. അപ്പൊ പിന്നെ ഞാനും ചിഞ്ചും ആനും പോയി തിന്നിട്ട് വളർച്ച അവിൽ മിൽക്കും കുടിച്ചു. സന്തോഷക്ക് പുറത്ത് 450 ഷുഗറും. ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഷുഗർ ഇട്ട അവിൽ മിൽക്കും കുടിച്ചു. സന്തോഷക്ക് പുറത്ത് 450 ഷുഗറും ചെയ്ത് അതല്ലേ അവിൽ മിൽക്ക് കുടിച്ചിട്ട് മത്ത് ഇങ്ങനെ ഉണ്ടാവൂലേ. കാരണം തീരെ മധുരമില്ലാത്ത സാധനമാണല്ലോ നിങ്ങൾ തിന്നത്. അവിൽ മിൽക്ക് വരും. അതെ ഏതായാലും നിങ്ങളൊക്കെ കുറച്ച് വന്നിട്ട് എനിക്ക് ഞാനൊക്കെ ഷുഗർ കട്ട. പിന്നെന്താ വേണ്ട? ചോറ് ഒന്നും വേണ്ട. ചോറൊക്കെ ഞാൻ തിന്നിക്കണ്. ബീഫ് എന്ന് ചിക്കൻ മതി. അപ്പൊ ഗൈസ് ഒരു സ്പൂൺ കഴിക്കട്ടെ ഗൈസ്. കൊതി കൂടരുതേ. ഓക്കെ ഗൈസ്, മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ബോട്ടി ആശംസകൾ. പോരെ?